നിങ്ങൾ എപ്പോഴെങ്കിലും കാരണമില്ലാതെ ഒരു റീസണും ഇല്ലാതെ പേടിച്ചിട്ടുണ്ടോ? അതായത് ശരിക്കും നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകാത്ത അവസ്ഥയിൽ പോലും, ഉദാഹരണത്തിന് ഭിത്തിയിലെ ഒരു ചെറിയ വിള്ളൽ കണ്ട് കെട്ടിടം തന്നെ ഇടിഞ്ഞു വീഴുമോ? 4 പേരുടെ മുൻപിൽ നിന്ന് സംസാരിക്കാനോ, ഉയരമുള്ളിടത്ത് കയറിയാൽ താഴെ വീഴുമെന്നോ, അല്ലെങ്കിൽ കടൽ തീരത്ത് നിന്നാൽ തിരയിൽപ്പെട്ടു പോകുമെന്നോ ഒക്കെ. ഞാൻ നിങ്ങളുടെ പേടിയെ നിസ്സാരമായി കാണുന്നതല്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ പിറകിലുള്ള കാരണവും അതിൻ്റെ പരിഹാരവും മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് കൂടുതൽ ആയാസരഹിതമായ ഒരു ജീവിതം നിങ്ങൾക്ക് ഉറപ്പ് നൽകും. എ സിമ്പിൾ വെരി ഫിയർലെസ് ലൈഫ്. ഇത്തരത്തിലുള്ള പേടി ചിലപ്പോൾ സെൻസിബിൾ അല്ലെന്ന് തോന്നിയാലും നിങ്ങൾക്കറിയാം, ഇത് അനുഭവിക്കുന്നവർക്ക് അത് യാഥാർത്ഥ്യമായി തന്നെ തോന്നുന്നു. പേടി നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്, എങ്കിലും ഇത് ഒരിക്കലും നല്ല റിസൾട്ടുകൾ തരുന്നതല്ല. നമ്മുടെ തലച്ചോറിലെ അമിഗ്ഡല എന്ന ഭാഗമാണ് ഇത്തരത്തിൽ പേടിപ്പെടുത്തുന്ന സന്ദേശങ്ങൾ നമുക്ക് തരുന്നത്. എന്നാൽ ഇതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ നോക്കിയില്ലെങ്കിൽ ഇത് ജീവിതകാലം മുഴുവനും നിങ്ങളെ ഭയപ്പെടുത്തിയേക്കാം. ആദ്യം ചെയ്യേണ്ടത് ഇതാണ്: നിങ്ങളുടെ പേടി യഥാർത്ഥത്തിൽ ആവശ്യമുള്ളതാണോ എന്ന് നോക്കുക. ശേഷം ആ ഭയം ഉളവാകുന്നതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ ഭയത്തിനെ ചലഞ്ച് ചെയ്യുക, അതായത് വെല്ലുവിളിക്കുക. എന്താണോ നിങ്ങളെ ഭയപ്പെടുത്തുന്നത് അതുമായി പതിയെ സമ്പർക്കത്തിൽ ഏർപ്പെടുക. ദാറ്റ് ഈസ് കോൾഡ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ. ബ്രീതിങ് എക്സസൈസസ്, പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ, ഗ്രൗണ്ടിങ് ടെക്നിക്സ് എന്നിവ ശീലമാക്കുന്നതിലൂടെ ഈ അവസ്ഥയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാവുന്നതാണ്. വിദഗ്ധ സഹായത്തോടെ ഇത് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ ഈ അവസ്ഥയെ മറികടക്കാൻ നിങ്ങൾക്ക് കഴിയും. സോ ടേക്ക് എ പ്രോപ്പർ സപ്പോർട്ട് ആൻഡ് കം ഔട്ട് ഓഫ് ഓൾ യുവർ ഫിയേഴ്സ്. താങ്ക് യു.